നമുക്കൊരു ഫംഗ്ഷൻ ഓറിയന്റഡ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ കട്ട് വർക്ക് സാരിയാണ് വന്നിരിക്കുന്നത്. ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അതുപോലെയുള്ള ഫംഗ്ഷനും നമുക്ക് അതല്ലാതെ നമുക്കൊരു ഫംഗ്ഷണൽ വെയർ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. നല്ല കളർ പാലറ്റിലാണ് സാരിയിൽ ആ ഒരു കട്ട് വർക്ക് വരുന്നത്. നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയിൽ ആ ഒരു കട്ട് വർക്ക് വരുന്നത്. ബോഡി കളർ പറയുകയാണെങ്കിൽ പേൾ ക്രീമാണ്. പേൾ ക്രീമിൽ സൂപ്പർനെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിൽ നല്ല പാറ്റേണിൽ ഒരു എംബ്രോയിഡറി വർക്കും ബേബി പിങ്കിലാണ് ഹണികോം പാറ്റേണിൽ കട്ട് വർക്ക് വരുന്നത്. ഞാൻ ക്ലോസറിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരിക. രണ്ട് സൈഡും അപ്പുറം ലോവറും ഇതേ പാറ്റേണിൽ തന്നെ വന്നിട്ട് ആ ബേബി പിങ്കിൽ തന്നെയുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് ബോഡിയിൽ വരുന്നത് കംപ്ലീറ്റ്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ കംപ്ലീറ്റ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. നല്ല സോഫ്റ്റ് കളറിലും നല്ല ഡിസൈനിലുമാണ് ആ ഒരു കട്ട് വർക്ക് വരുന്നത് സാരിയിൽ. ഇതാണ് ആ പാറ്റേൺ വരിക. ഒരു ലൈറ്റ് പേസ്റ്റൽ ബേബി പിങ്കിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ബോഡിയിൽ വരുന്നത്. അതേ ആ ഒരു എംബ്രോയിഡറി വർക്ക് തന്നെ വന്നിട്ട് ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള ബേബി പിങ്കിലായിരിക്കും ഹണികോം പാറ്റേണിൽ കട്ട് വർക്ക് ഡിസൈൻസ് വരുന്നത് ബോർഡറിൽ. നല്ലൊരു എലഗൻ സാരിയാണ്. ഫുൾ ബോഡി അപ്പൊ പോർഷനും ലോവർ ഏരിയ കംപ്ലീറ്റ് ഇതേ കട്ട് വർക്ക് തന്നെ വരുന്നിട്ട് കണ്ടിന്യൂ ചെയ്ത് മുന്താണിയിലോട്ട് കൂടി വരുന്നുണ്ട്. പല്ലു വരുമ്പം ഈ ഒരു സ്റ്റൈലായിരിക്കും. മുന്താണിയിലും അതേ കട്ട് വർക്കിൽ തന്നെയാണ് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് ബ്ലൗസ് വരുന്നത്. അതെല്ലാം നമുക്ക് ബേബി പിങ്ക് ബ്ലൗസും ഇതിന്റെ ഇവിടെ നല്ലൊരു ഓപ്ഷനാണ്. ഇതേ സെയിം കളറിൽ തന്നെ രണ്ട് ടോണിലാണ് പിങ്ക് വരുന്നത്. ലൈറ്റർ പിങ്കും വരുന്നുണ്ട്, ഡാർക്ക് പിങ്കും വരുന്നുണ്ട്. ഏത് കളറിലെ ബ്ലൗസ് നമുക്ക് ഇതിനൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. സൂപ്പർ നെറ്റ് കോട്ടയാണ് ഫാബ്രിക്. നല്ല കളർ പാലറ്റിലാണ് ആ കട്ട് വർക്കിന്റെ ഡിസൈൻസ് ഓരോ സാരിക്കും വരുന്നത്. സെക്കൻഡ് കളറാണ് ഇത് വരുന്നത്. ലാവൻഡർ, പേൾ ക്രീം വിത്ത് ലാവൻഡർ ആണ് സാരിയുടെ കോമ്പിനേഷൻ. സെയിം സ്റ്റൈൽ അതേ ആ ഫാബ്രിക് സെയിം പാറ്റേണിൽ തന്നെ പേൾ ക്രീമിൽ ഫുൾ ആ ഒരു ലാവൻഡർ ടോണിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. വീഡിയോയിൽ കാണാമല്ലോ ഡീറ്റെയിൽ ആയിട്ട്. സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെ ഡബിൾ സൈഡ് ബോർഡർ. കട്ട് വർക്കിൽ തന്നെയാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ വരിക. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. നെക്സ്റ്റ് കോമ്പിനേഷൻ നല്ലൊരു പീച്ചാണ്. പീച്ചിലാണ് ആ ഒരു പേൾ ക്രീം ടോണിലുള്ള ബോഡി. സെയിം സ്റ്റൈൽ പീച്ചിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ഫുൾ ബോഡി വരുന്നുണ്ട്. മുന്താണി സെയിം പാറ്റേൺ, റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസ് വരുന്ന പ്ലെയിൻ ആയിരിക്കും കേട്ടോ എല്ലാ സാരീസിനും. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ കളേഴ്സും നല്ല നല്ല ഷെയ്ഡിലും വന്നിരിക്കുന്നത്. പേസ്റ്റൽ കളർ ചാർട്ടിലാണ് എല്ലാ സാരീസും വരുന്നത്. ഇതിന്റെ കട്ട് വർക്ക് വരുന്നത് പിസ്ത ഗ്രീൻ ആണ് സാരി വരുന്നത്. പിസ്ത ഗ്രീനിലും സെയിം സ്റ്റൈലിൽ തന്നെ പിസ്ത ഗ്രീൻ ആ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ബോഡി വരിക. ബോർഡർ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു കട്ട് വർക്ക് വരുന്നത്. പിസ്ത ഗ്രീനിലാണ് ഹണികോം പാറ്റേണിൽ. മുന്താണി സെയിം പാറ്റേൺ, പ്ലെയിൻ ബ്ലൗസ്. അടുത്ത സാരി വീണ്ടും നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ പിങ്ക് ആണ്. ബേബി പിങ്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല പാറ്റേണിലാണ്. അതേ സ്റ്റൈലിൽ തന്നെ ആ ഒരു ബേബി പിങ്ക് തന്നെയായിരിക്കും എംബ്രോയിഡറി വർക്ക് വരിക ബോഡിയിൽ. പിങ്ക് ടോൺ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയിലെ ഒരു കട്ട് വർക്ക് വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി സെയിം പാറ്റേൺ വിത്ത് പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരി നല്ലൊരു ഓണം മെറ്റീരിയൽ വന്നിരിക്കുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ഇതിന്റെ ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ ബ്ലാക്ക് ആണ്. ഒരു ഗ്രേഷ് ബ്ലാക്കിലാണ് സിമ്പിൾ ബോർഡർ വന്നിട്ട് ഒരു സെറിയിലുള്ള ആ ഒരു കേരള ക്രീമിൽ തന്നെയാണ് സാരി വരുന്നത്. ബോഡി ചെക്ക് പാറ്റേണിലാണ്, ചെക്ക് ഡിസൈൻസിലുള്ള ബോഡിയാണ് സാരിക്ക് വരുന്നത്. ഒരു ഗോൾഡൻ സെറി ചെക്ക് വി പാറ്റേണും സിമ്പിൾ ഒരു ലൈൻസിലാണ് ആ ഒരു ബോർഡർ വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ഒരു ഗ്രേഷ് ബ്ലാക്കിലാണ് സാരിയിൽ ആ ഒരു കരഭാഗം വരുന്നത്. എൻ്റയർ സാരി ഇതേ സ്റ്റൈലിൽ തന്നെയാണ്. ഫുൾ അതേ ചെക്ക് പാറ്റേൺസ്, ഒരു സിമ്പിൾ ബോർഡർ വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. മുന്താണി വരുന്നതും ആ ഒരു സിമ്പിൾ പല്ലു തന്നെ വരുന്നത്. ആ ഒരു ഗ്രേഷ് ബ്ലാക്കിൽ ലൈൻസ് ആണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള മുന്താണിയാണ് സാരിക്ക് വരുന്നത്. ഇതിന്റെ ബ്ലൗസ് മെറ്റീരിയൽ വരുമ്പോൾ ഇതേ പാറ്റേണിൽ തന്നെയാണ് ആ ഒരു ഗ്രേഷ് ബ്ലാക്കിൽ തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഓവറോൾ ലുക്ക് സാരി ഇങ്ങനെയാണ് വരിക. ബോഡി അതേ പേൾ ക്രീമിൽ തന്നെ ചെക്ക് പാറ്റേണിൽ തന്നെയാണ് ബോഡി വരുന്നത് കേട്ടോ. ആ ഒരു കരയുടെ ഭാഗം ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് മാത്രമേ ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇതിന് റെഡ് ബ്ലൗസ് ആണ് ഇതിന്റെ കൂടെ ഭംഗി. റെഡിലാണ് ആ ഒരു ബോർഡർ വരുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെ. പല്ലു സെയിം സ്റ്റൈൽ, ബ്ലൗസ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ആ തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലെ ലൈൻസിലാണ് ഒരു റെഡ് ടോണിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അതെല്ലാം നമ്മുടെ കയ്യിൽ ഇക്കത്ത് ബ്ലൗസും പ്രിന്റഡ് ബ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ഡ്രേപ്പ് ചെയ്യാം. റെഡ് ബ്ലൗസ് ആണ് ആപ്റ്റ് ആയിട്ട് വരിക. അതല്ല പേൾ ക്രീമും ഇതിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പം വളരെ സോഫ്റ്റ് ആയിരിക്കും സാരി വരുന്നത്. ഈ റെഡ് ബ്ലൗസ് ആകുമ്പോൾ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് വരും സാരി. ഓരോ സാരിയും അതിന്റെ ആ ഒരു കരഭാഗത്തിന്റെ ബ്ലൗസ് ഇട്ട് ഉടുത്ത് കാണിക്കണമെന്നുണ്ട്. കാരണം സമയക്കുറവും ഓരോ സാരിയും ഉടുത്ത് കാണിക്കലും അത് ലോങ് വീഡിയോ ആയി പോകുമല്ലോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് ബ്ലൗസ് ഉണ്ടോ ഞാൻ ഫസ്റ്റ് സാരി ഉടുത്തതാണ്. ഓരോ സാരിക്കും അത് അതിന്റെ ആ കരഭാഗത്തിന്റെ ബ്ലൗസ് ആയിരിക്കും വളരെ ആപ്റ്റ് ആയിട്ട് വരിക. അത് തന്നെയാണ് സാരിയുടെ കൂടെ വരുന്ന ബ്ലൗസും. റണ്ണിങ് ബ്ലൗസും അത് തന്നെയാണ് വരുന്നത്. ഇത് വരുന്ന നല്ലൊരു ഗ്രീൻ ആണ് സാരി വരുന്നത്. ഫുൾ ഗോൾഡൻ സാരി ചെക്ക് പാറ്റേൺ തന്നെയായിരിക്കും ബോഡി വന്നിട്ട്. ഗ്രീനിലാണ് സാരിയുടെ മുന്താണി. അതേ ടോണിൽ തന്നെ ഗ്രീനിൽ തന്നെയായിരിക്കും സാരിയുടെ ബ്ലൗസും വരുന്നത്. സിമ്പിൾ മുന്താണിയാണ് വരുന്നത്. ലൈൻസിൽ വന്നിട്ട് ആ ഒരു ഗ്രീൻ ടോണിൽ ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. നല്ലൊരു ഓഫ് വൈറ്റ്
ഐവറി ക്രീം വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ. നെക്സ്റ്റ് കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ നല്ലൊരു പേർപ്പിൾ ടോണിലാണ് ആ ഒരു കരഭാഗം വന്നിരിക്കുന്നത്. ആ ഒരു റിബൺ ബോർഡർ വരുന്നത് പേർപ്പിൾ ടോണിൽ, അത് കഴിഞ്ഞാൽ ജെറി വോൺ പാറ്റേൺ വരുന്നുണ്ട്. ബോഡി സെയിം സ്റ്റൈലിൽ തന്നെ, അതേ ആ ചെക്ക് പാറ്റേൺ തന്നെയാണ് ബോഡി വരുന്നത് വിത്ത് റണ്ണിങ് പല്ലു. ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇത് ഫൈൻ ചെക്സിലാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. അതേ പാറ്റേണിൽ തന്നെ ഒരു ഗോൾഡൻ ജെറി വീവിലാണ് സാരിയുടെ ബോർഡറിൽ വരുമ്പോൾ ലൈൻസ് വന്നിട്ട് ബോഡി വരുമ്പോൾ ഈ ഫൈൻ ചെക്സിലായിരിക്കും വരുന്നത്. ആ ഒരു ഗ്രേഷ് ബ്ലാക്കിൽ തന്നെയാണ് ഒരു കരഭാഗം വരുന്നത്. റിബൺ ബോർഡർ വരുന്നത് അതേ പാറ്റേൺ തന്നെ. മുന്താണി സിമ്പിൾ ലൈൻ പാറ്റേൺ ആ ഒരു ഗ്രേഷ് ബ്ലാക്കിൽ തന്നെ ആയിരിക്കും. ലൈൻസിൽ തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത് സാരിക്ക്. ഇനി അതിന്റെ തന്നെ കളേഴ്സ്. ഇത് വരുന്നത് റെഡ്, ആ ഫൈൻ ചെക്സ് തന്നെ ആയിരിക്കും ബോഡി വരിക. റെഡിലായിരിക്കും ഡബിൾ സൈഡ് ബോർഡർ, പല്ലു ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കേരള ക്രീമിന്റെ കോമ്പിനേഷൻ ഗ്രീൻ ആ വന്നിരിക്കുന്നത്. അതേ ഫൈൻ ചെക്സ് തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വന്നിട്ട് സ്ട്രൈപ്പ് ഡിസൈൻസ് മുന്താണി, ഗ്രീൻ ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വന്നിരിക്കുന്നത്. അതേ ആ പേൾ ക്രീം തന്നെയാണ് സാരിയുടെ ബോഡി വിത്ത് ഫൈൻ ചെക്ക് ഡിസൈൻസ്. ഒരു പേർപ്പിൾ ടോൺ, പേർപ്പിളിലാണ് ഒരു കരഭാഗം വരുന്നത്. പല്ലു ഒരു മെറൂൺ ടോണിലാണ് സാരിയുടെ മുന്താണി, ബ്ലൗസ്.